എനിക്ക് ഈയിടെയായിട്ട് നല്ല വെയിറ്റ് ലോസ് വരുന്നുണ്ട്. എന്നാൽ ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ഒരാളുമാണ്. ഒരുപാട് ചോറും ഒക്കെ ഞാൻ കഴിക്കണം. എനിക്ക് ഒരുപാട് മെലിഞ്ഞു പോകുന്നതിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ച് വണ്ണം വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അത് ശരിയാവുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ഗട്ടിന്റെ അബ്സോർഷൻ ലെവലിനെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്ദന പറയുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട്, നല്ല രീതിയിൽ 3 നേരം ഞാൻ ചോറുണ്ടായാലും എനിക്ക് വണ്ണം വെക്കുന്നില്ല, വേറെ ആരോ ആണ് എടുത്തിട്ട് പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ബാഡ് ബാക്ടീരിയസും ഫംഗസിന്റെ ഒക്കെ ഒരു അതിസങ്കരം തന്നെയാണ് ശരീരത്തിൽ. അപ്പം നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ അബ്സോർഷനെ കറക്റ്റ് ആക്കുക. അബ്സോർഷനെ കറക്റ്റ് ആക്കിയിട്ട് നന്ദനയ്ക്ക് മറ്റേ ഗ്യാസ്, ബ്ലോട്ടിങ്ങോ അസിഡിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അസിഡിറ്റി എനിക്ക് അങ്ങനെ ഇല്ല, പക്ഷെ ബ്ലോട്ടിങ് നല്ലപോലെ എനിക്ക് വരാറുണ്ട്. ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സൈൻ എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹൈപ്പോസിഡിറ്റി ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ബ്ലോട്ടിംഗ് വരുന്നത്. ബ്ലോട്ടിംഗ് എന്ന് പറയണത് തന്നെ എന്താ, നമ്മുടെ ദഹനം കറക്റ്റ് അല്ല. അതല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിപ്പ്, കടലയൊക്കെ കഴിക്കുമ്പോൾ അല്ലേ, അത് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ pH, നമ്മുടെ സ്റ്റൊമക്കിന്റെ pH കുറച്ച് മാറിക്കിടക്കും. നല്ല വീര്യമുള്ള സ്റ്റൊമക് ആസിഡ് ഉള്ള ഒരാൾക്കാണെങ്കിൽ എന്ത് കഴിച്ചാലും അത് നല്ലപോലെ കത്തിപ്പൊക്കോളും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇപ്പം നന്ദന കൂടുതലും IT ഫീൽഡ് ആയതുകൊണ്ടാണ് നന്ദന ഇരുന്നുള്ള ജോലിയില്ല, അധികം മൂവ്മെന്റ് വരുന്നില്ല. നല്ല രീതിയിലുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക. ഡീവേം ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡീവേമിങ് ചെയ്യുക. അതിനുശേഷം അതായത് വിര ഇളക്കുക. അതിനുശേഷം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക. നമ്മളുടെ വൈറ്റമിൻ ഡി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറവാണെങ്കിൽ, അതായത് ഒരു 20 ആ ഒരു രീതിയിലാണ് കിടക്കണമെങ്കിൽ നമ്മളതൊരു 50 അതിൻ്റെ മിഡ് റേഞ്ചിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ പ്രോബയോട്ടിക് ഒക്കെ കൊടുത്ത് വയറിനെ കൾച്ചർ ചെയ്യുക. അല്ലാതെ ചുമ്മാ ചോറ്, പഞ്ചസാര, മൈദ, ഗോതമ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിനെ ഫീഡ് ചെയ്യുന്ന ചീത്ത ബാക്ടീരിയസ് അവിടെ വീണ്ടും കൂടും. അപ്പൊ അതുപോലെ ഈ ലൂസ് സ്റ്റൂൾസ് വരുന്നുണ്ട്. അതായത് എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെ വരാറുണ്ട്. എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അത് നമുക്ക് പിടിക്കായിക എന്ന് തന്നെയാണ് അതിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വയറിനെ ആദ്യം അബ്സോർബ് ആയിട്ട് പിന്നെ ഈ ഫുഡ് കൊടുത്താലല്ലേ വേണ്ട രീതിയിലുള്ള അബ്സോർഷൻ കിട്ടുള്ളൂ. അപ്പൊ പ്രോട്ടീൻ ഇൻഡൈജഷനെയാണ് നമുക്ക് അവിടെ മാറ്റേണ്ടത്. അപ്പൊ നമ്മൾ ആപ്പിൾ സിഡർ വിനെഗർ പോലത്തെയുള്ള, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ വെച്ചിട്ട് കുടിക്കുക ആഹാരത്തിന് മുമ്പ്. അപ്പൊ ഒക്കെ അബ്സോർബ്, ആ സ്റ്റൊമക് ആസിഡിന്റെ pHനെ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ആഹാരങ്ങൾ, അതായത് മില്ലറ്റ്സ് കൂടുതൽ നമ്മളുടെ ഇതിനകത്ത്, അതായത് കാർബോഹൈഡ്രേറ്റ്സിന്റെ നല്ല ഫോം, ഫൈബർ റിച്ച് ആയിട്ടുള്ളത് കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സ് കുറച്ച് ഒഴിവാക്കുക. കാരണം ഫ്രൂട്ട്സിനെ കൂടുതൽ ഫീഡ് ചെയ്യുന്നത് ബാഡ് ബാക്ടീരിയാസ് തന്നെയാണ്. അപ്പൊ ഫ്രൂട്ട്സിൽ പേരയ്ക്കൊക്കെ കഴിച്ചു വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ നല്ല മാമ്പഴം, ചക്കപ്പഴം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഗ്യാസി ഐറ്റംസ് കുറച്ച് നാളത്തേക്ക് വരാതിരിക്കാനുള്ളതൊന്ന് താൽക്കാലികമായിട്ട് ഇത് ചെയ്തിട്ട് പിന്നീട് നിങ്ങളെല്ലാം ഞാൻ കഴിപ്പിച്ചു തരാം. അതായത് വയറിനെ കൾച്ചർ ചെയ്ത് പിന്നീടല്ലേ നമ്മൾ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ, മുട്ട കഴിച്ചാലും പരിപ്പ് കഴിച്ചാലും ദഹിക്കണം. അതിനാണല്ലോ മനുഷ്യൻ ശരിക്കും ആ ഒരു pH എന്ന് പറയുന്നത്. അത് കഴിച്ചിട്ട് പിന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഒക്കെ നമ്മൾ ബിൽഡപ്പ് ആവും. അങ്ങനെ നമുക്ക് റെഡിയാക്കാം.